വഴികൾ നിന്നിലുണ്ടല്ലോ നാഥാ. നിന്നെ വിട്ടു പിന്നെ ഞങ്ങൾ എങ്ങു പോയിടും നിത്യജീവമൊഴികൾ. യഹോവ ഭക്തി നിർമ്മലമായത് അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകും. നീതിയും സത്യവുമായ ദൈവവിധിയെക്കുറിച്ചാണ് 19 സങ്കീർത്തനം 9 വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. നീതിമാനായ ദൈവത്തിന് മാത്രമേ സത്യവും നീതിയുമുള്ള വിധികൾ നടപ്പിലാക്കുവാൻ കഴിയൂ. ആ വിധി ആർക്കും തിരുത്തുവാൻ കഴിയുന്നതല്ല. അതുപോലെ തിരുത്തപ്പെടാൻ കഴിയാത്തതും അതിനാവശ്യമില്ലാത്തതുമായ ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ആകാശവും ഭൂമിയും മാറിയാലും അതിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുന്നില്ല. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 19 വാക്യത്തിൽ തിരുത്തുവാൻ ആവശ്യമില്ലാത്തൊരു മേലെഴുത്ത് ക്രിസ്തുവിൻ്റെ ക്രൂശിന് മുകളിൽ രേഖപ്പെടുത്തിയിരുന്നതായി നാം വായിക്കുന്നു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. യേശു യഹൂദന്മാരുടെ രാജാവ് എന്നായിരുന്നു ആ എഴുത്ത്. ക്രൂശിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടവരുടെ കുറ്റസംഗതി അവരുടെ കഴുത്തിൽ കെട്ടിത്തൂക്കുകയോ ഒരു പ്ലക്കാർഡ് പോലെ ഉയർത്തിപ്പിടിച്ച് മറ്റൊരാൾ മുമ്പേ പോവുകയോ ചെയ്യുമായിരുന്നു. യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് സ്ഥിരീകരിച്ചു കൊണ്ടുള്ള ആ മേലെഴുത്ത് യഹൂദന്മാർക്ക് ആക്ഷേപമായിരുന്നു. പീലാത്തോസിനോട് ആ എഴുത്ത് അപ്രകാരമല്ല, യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത്. അപ്പോൾ പീലാത്തോസിൻ്റെ മറുപടി, ഞാൻ എഴുതിയെന്നാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വിദ്വാൻമാർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. പിറന്നത് തന്നെ രാജാവായിട്ടാണ് എങ്കിൽ ക്രൂശിൽ മരിക്കുന്നതും രാജാവായിട്ട് തന്നെ. പീലാത്തോസ് യേശുവിനെ വിസ്താരം കഴിഞ്ഞ് പുറത്തു കൊണ്ടുവരുമ്പോൾ പറഞ്ഞ 2 പ്രസ്താവനകൾ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. ഒന്ന്, ഇതാ ആ മനുഷ്യൻ എന്നും മറ്റൊന്ന്, ഇതാ നിങ്ങളുടെ രാജാവ് എന്നുമാണ്. മനുഷ്യൻ എന്നതിന് പാപപരിഹാര ബലിയായി തീരുന്ന പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിലും, രാജാവ് എന്നത് ഇപ്പോൾ ക്രൂശിൽ മരിക്കുന്നുവെങ്കിലും രാജാതിരാജാവും കർത്താവുമായി ഭൂമിയിൽ നീതിയുടെ രാജ്യം സ്ഥാപിച്ചു വാഴും എന്ന അർത്ഥത്തിലുമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എൻ്റെ ചേവകർ ഇപ്പോൾ എഴുന്നേറ്റ് പോരാടുമായിരുന്നു. തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിലൊരുവൻ പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. ക്രൂശിൽ 2 പേര് യേശുവിനോടൊപ്പം മരിക്കുന്നുവെങ്കിലും ഒരുവന് ഒരു തിരിച്ചറിവുണ്ടായി. കേവലം ഒരു മനുഷ്യനല്ല ക്രൂശിൽ യാഗമായി തീരുന്നത്, അതിലുപരി രാജാവായി മടങ്ങി വരുവാൻ പോകുന്ന യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീരുമെങ്കിലും, അരിമത്തിലെ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെടുമെങ്കിലും, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും എല്ലാ മഹത്വത്തിനും യോഗ്യനായി എണ്ണപ്പെടുകയും, അതുമാത്രമല്ല സമയം വരുമ്പോൾ കർത്താവ് മടങ്ങി വന്ന് തൻ്റെ ജനത്തിനു വേണ്ടി ഒരു രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ്. ഒരിക്കൽ യേശുവിനെ തള്ളിക്കളഞ്ഞ യഹൂദജനം അവർ കുത്തിയവങ്കിലേക്ക് നോക്കി വിലപിക്കും, അവർ കുലമായി വിലപിക്കും, അവർ ഗോത്രമായി വിലപിക്കും. അന്ന് അറിയാതെ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചുവെങ്കിൽ അവർ യഹൂദജാതി ഒന്നൊഴിയാതെ അവർ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുകയും കുത്തിയവങ്കിലേക്ക് നോക്കി വിലപിച്ച് മടങ്ങി വരികയും ചെയ്യും. അവർ യേശുവിൻ്റെ രാജ്യത്വം അംഗീകരിക്കും. യേശു കർത്താവ് ഒരു സഹസ്രാബ്ദ രാജ്യം സ്ഥാപിച്ച് നീതിയുള്ള രാജാവായി അവർക്ക് വേണ്ടി രാജ്യം സ്ഥാപിച്ച് അതിൽ വാഴുകയും ചെയ്യുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം വാക്യങ്ങൾ അത് സമ്പൂർണ്ണമായി നിവൃത്തിയാക്കപ്പെടുവാൻ പോവുകയാണ്. ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ വാക്കുകൾ പ്രകാരമാണ്, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന്
എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. ഒരിക്കൽ നിന്ദിച്ചവർ അന്ന് അവൻ്റെ രാജ്യപ്രൗഢിയുടെ മുമ്പിൽ വന്ദിച്ചു നിൽക്കും. ഇത്ര ശ്രേഷ്ഠനായ കർത്താവിൻ്റെ വന്യനാമത്തിന് നമുക്ക് എല്ലാ മഹത്വവും അർപ്പിക്കാം. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനം ശ്രദ്ധിപ്പാനൊരു അവസരം കൂടെ ഞങ്ങൾക്ക് സമ്മാനിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചുവെങ്കിൽ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു സകല മഹത്വത്തോടും കൂടെ മടങ്ങി വരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ രാജത്വത്തിൻ്റെ മുമ്പിൽ സകലരും അങ്ങയെ വന്നിച്ചു നിൽക്കുന്നൊരു ദിവസം വരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങ് രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്നത് കൊണ്ട് അങ്ങയുടെ മഹത്വത്തിൻ്റെ മുമ്പിൽ ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേക്കെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. യഹോവ എൻ രക്ഷയും ജീവനുമാകയാൽ ആകുലനാകയില്ല. യഹോവ എൻ രക്ഷയും ജീവനുമാകയാൽ ആകുലനാകയില്ല. വൈരികൾ ചുറ്റും പെരുകിയാലും ഞാൻ നിർഭയനായി വസിക്കും. വൈരികൾ ചുറ്റും പെരുകിയാലും ഞാൻ നിർഭയനായി വസിക്കും. യേശുവേ, നീ എന്നാശ്രയം, എൻ സങ്കേതവും കോട്ടയുമേ. യേശുവേ, നീ എന്നാശ്രയം, എൻ സങ്കേതവും കോട്ടയുമേ. ഏതൊരു കാലത്തും ഏതൊരു നേരത്തും എന്ന ഭയം നീ മാത്രമേ. ഏതൊരു കാലത്തും ഏതൊരു നേരത്തും